Welcome friends, welcome to Masters Academy. Today we are going to start our new chapter, Electromagnetic Induction. Electro എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ആണ്, മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്താണ് ഇൻഡക്ഷൻ എന്നാണ്? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടെന്നൊക്കെയാണ് അർത്ഥം. എന്തായാലും നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാം ക്ലാസ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോസ് കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. കറണ്ട് ഇല്ലാത്തൊരു ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? ഒരു മിനിറ്റ് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ മൊത്തം താളം തെറ്റും. വെള്ളം എങ്ങനെ ഒപ്പിക്കും അല്ലേ? മോട്ടോർ വർക്ക് ചെയ്യില്ല, അയൺ ചെയ്യാൻ പറ്റില്ല, ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറണ്ട് നമ്മുടെ ജീവിതത്തിന് നിത്യഭാഗമായി മാറി. എങ്ങനെയാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത്? എവിടെ നിന്നാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ രസകരമായൊരു ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സിംഗിൾ ലൈൻ ആയിട്ടുള്ള ഒരു ലോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞത്. അത് കണ്ടുപിടിച്ചത് ഒരു കൊല്ലപ്പണിക്കാരൻ്റെ മോനായ വളരെ എലിമെൻ്ററി വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു വ്യക്തിയാണ്, മൈക്കിൾ ഫാരഡേ. ഓക്കെ, ദെൻ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോംസ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. ഇലക്ട്രിസിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോംസ്. എങ്ങനെയൊക്കെയാണ്? ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി ഇൻ ഇലക്ട്രിക് ബൾബ്, നമുക്കറിയാം അല്ലേ? ദെൻ ഇലക്ട്രിക്കൽ ഫാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാറ്റ് കിട്ടും. സോ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് ഫാൻ വഴി കിട്ടുക. അപ്പോൾ ഇലക്ട്രിസിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ഇൻ എ ഫാൻ. ദെൻ അയൺ ബോക്സിൽ നമുക്ക് ഹീറ്റ് എനർജിയാണ് കിട്ടുക. ഇതുപോലെ ലൗഡ് സ്പീക്കർ ഉണ്ട്, സൗണ്ട് എനർജിയാണ് കിട്ടുക. നമ്മുടെ ഇൻഡക്ഷൻ ഉണ്ട്, ഇൻഡക്ഷനിൽ മാഗ്നറ്റിക് എനർജി പ്ലസ് ഹീറ്റ് എനർജിയാണ് കിട്ടുക. ഓക്കെ, ഇലക്ട്രിക് ഓവൻ ഉണ്ട്, അവിടെയും നമുക്ക് ഹീറ്റ് എനർജി മാഗ്നറ്റിക് ഫീൽഡുമാണ് കിട്ടുക. കോളിംഗ് ബെല്ലുണ്ട്, അവിടെ നമുക്ക് സൗണ്ട് എനർജിയാണ്. അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റിനെ പല തരത്തിലും മാറ്റാൻ കഴിയും. ഇത്രയും പല തരത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന വേറൊരു എനർജി ഫോമും ഇല്ല. അത് തന്നെയാണ് ഇലക്ട്രിക് എനർജിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ഇലക്ട്രിക് എനർജി ടു എനി അതർ ഫോം എനർജി വിത്തൗട്ട് ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ 1-2 എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. നമ്മൾ നേരെ ചാപ്റ്ററിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ആദ്യമേ തന്നെ ഒരു ആക്ടിവിറ്റിയാണ് പറയണത്. എന്താണ് ആക്ടിവിറ്റി? നമ്മുടെ കയ്യിൽ ഒരു കമ്പിച്ചുരുളുണ്ടാവും. അതിലേക്ക് നമ്മളൊരു മാഗ്നറ്റ്, നമ്മുടെ അടുത്തൊരു സോളിനോയിഡ് ഉണ്ടാവും. നമ്മൾ അതിലേക്ക് ഒരു മാഗ്നറ്റ് ഇങ്ങനെ കയറ്റുവാണ്. സോ നമുക്കറിയാം മാഗ്നറ്റിൻ്റെ 2 പോൾസ് ആണുള്ളത്, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പം നമ്മൾ തൽക്കാലം ഈ സോളിനോയിഡിലേക്ക്, നിങ്ങൾ ഫിഗർ കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നോർത്ത് പോള് മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറുമ്പോൾ താഴെ കണക്ട് ചെയ്തേക്കുന്ന ഗാൽവനോമീറ്ററിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഈ ഗാൽവനോമീറ്റർ? കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു നോ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അപ്പോൾ നോക്കിക്കേ, നോർത്ത് പോൾ അകത്തോട്ട് കയറുമ്പോൾ ഗാൽവനോമീറ്റർ എങ്ങോട്ട് പോകും? റൈറ്റ് സൈഡിലോട്ട് പോകും. നോർത്ത് പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡയറക്ഷൻ എങ്ങോട്ട് പോകും? സൗത്ത് പോളിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ പ്ലേസിങ് എ മാഗ്നറ്റിക് ഫീൽഡ്, എ മൂവിങ് മാഗ്നറ്റിക് ഫീൽഡ് നിയർ എ സോളിനോയിഡ്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സം കറണ്ട് അല്ലേ? കറണ്ട് ഉണ്ടാകുന്നതുകൊണ്ടാണോ ഡയറക്ഷൻ കാണിക്കുന്നത്? ഇനി നമുക്ക് ഈ ടെക്സ്റ്റിലുള്ള ഈ ബോർഡിൻ്റെ ഓരോരോ ആൻസറുകളായിട്ട് എഴുതാം. നോക്കിക്കേ, ഫസ്റ്റത്തെ ദ മാഗ്നറ്റിക് സ്റ്റേഷനറി നിയർ ദ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് അനങ്ങാതിരിക്കുമ്പോൾ ഈ ഗാൽവനോമീറ്ററിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒന്നും കാണിക്കുന്നില്ല. അത് എവിടെയാണ്? 0-ലാണ്. സോ നമുക്ക് എഴുതാം എന്ത്? നോ ഡിഫ്ലക്ഷൻ, ND. ഡയറക്ഷൻ ടു ദ ലെഫ്റ്റ് ടു ദ റൈറ്റ്, അതും എന്ത് തന്നെയാണ്? നോ ഡയറക്ഷൻ, ഡിഫ്ലക്ഷൻ തന്നെയാണ്. നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. നോർത്ത് പോൾ അകത്തോട്ട് കയറുമ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്? ഇവൻ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? റൈറ്റിലോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. നോർത്ത് പോളാണ് റെഡ് കളർ കാണിച്ചേക്കുന്നത്. അത് അകത്തോട്ട് കയറുമ്പോൾ അത് എങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും? റൈറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. മാഗ്നറ്റിക് സ്റ്റേഷനറി ഇൻസൈഡ് ദ സോളിനോയിഡ്. നോക്കിക്ക് അകത്ത് പോയി അനങ്ങാണ്ട് നിൽക്കുക. ആ സമയത്ത് നേരെ ഇവ എങ്ങോട്ട് വരും? 0-ലോട്ട് വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നോൺ ഡിഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ്. പുറത്തോട്ട് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ഡിഫ്ലക്ഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? ഡിഫ്ലക്ഷൻ ഉണ്ട്. ദെൻ ഈ ഡി മീൻസ് ഡിഫ്ലക്ഷൻ ആണ് കേട്ടോ, കൺഫ്യൂഷൻ ആവണ്ട. സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. സൗത്ത് പോളാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ എങ്ങോട്ട് മൂവ് ചെയ്തേനെ? ഡിഫ്ലക്റ്റ് ചെയ്യും. എങ്ങോട്ട് മൂവ് ചെയ്യും? ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും.
മാഗ്നറ്റ് ഓഫ് ദ സോളിനോയിഡ് ആർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ സെയിം സ്പീഡ്. നമ്മൾ മാഗ്നറ്റ് അനക്കാണ്ട് വെച്ചിട്ട് മാഗ്നറ്റ് ആൻഡ് ദ സോളിനോയിഡ് ആർ മൂവ്ഡ് ഇൻ സെയിം ഡയറക്ഷൻ അറ്റ് ദ സെയിം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാഗ്നറ്റും സോളിനോയിഡും ഒരേ ഡയറക്ഷനിൽ ഒരേപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുമോ? നോ ഡിഫ്ലക്ഷൻ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം അനങ്ങാണ്ടിരുന്നിട്ട് വേറെ ഒരെണ്ണം മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫീൽഡ് ഉണ്ടാവുക. സോളിനോയിഡ് ഈസ് മൂവ്ഡ് കീപ്പിംഗ് മാഗ്നറ്റ് സ്റ്റേഷനറി. മാഗ്നറ്റ് അനക്കാണ്ട് വെച്ചിട്ട് സോളിനോയിഡ് മൂവ് ചെയ്തു, എന്തുണ്ടാവും? ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എൻ മീൻസ് നോ ഡിഫ്ലക്ഷൻ, ഡി മീൻസ് ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇവിടെ നമുക്കൊന്നും എഴുതാനില്ല, ഡയറക്ഷൻ ടു ലെഫ്റ്റ് റൈറ്റ് എഴുതാൻ. നോ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് നമ്മളത് എഴുതാതിരുന്നത്. മാഗ്നറ്റ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ് എങ്ങോട്ട് തിരിയും? ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ദെൻ സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ ഡയറക്ഷൻ ഇല്ല. സോളിനോയിഡ് ഈസ് മൂവ്ഡ് കീപ്പിംഗ് ദ മാഗ്നറ്റ് സ്റ്റേഷനറി. സോളിനോയിഡ് മൂവ് ചെയ്യുക, മാഗ്നറ്റ് അനങ്ങാണ്ട് വെക്കുക. ഞാൻ പറഞ്ഞ 7ാമത്തെ പോയിന്റാണ്. അപ്പോഴും ഡയറക്ഷൻ പറയാൻ പറ്റില്ല, നമ്മൾ എങ്ങോട്ടാണെന്നുള്ളത് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ഞാൻ കൂട്ടി. നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ എന്ത് പറ്റും? ഭയങ്കരമായിട്ട് കൂടും. പെട്ടെന്ന് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് കൂട്ടി മീൻസ് മാഗ്നറ്റിനകത്ത് ഉണ്ടാകുന്ന കറണ്ട്, ഈ സോളിനോയിഡിനകത്ത് ഉണ്ടാകുന്ന കറണ്ട് ഭയങ്കരമായിട്ട് കൂടും. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കമ്പിച്ചുരുളിൻ്റെ ചുരുളിനെയാണ് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയാം. കിട്ടിയല്ലോ അല്ലേ? സ്ട്രോങ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ്. നമ്മൾ നല്ല ശക്തിയുള്ള മാഗ്നറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ശക്തിയുള്ളൊരു മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും? കൂടും. കാരണം ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ഭയങ്കര മീൻസ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. മാഗ്നറ്റ് ഓർ സോളിനോയിഡ് മൂവ്സ് വിത്ത് ഗ്രേറ്റർ സ്പീഡ്. ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യണ പോലെ പടപടപടപടപടപടാന്ന് പറഞ്ഞ് മൂവ് ചെയ്താൽ, സ്പീഡിൽ മൂവ് ചെയ്താൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടിയാലും ഇൻക്രീസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് കൂടിയാലും ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ സ്പീഡ് കൂട്ടിയാലും ഇൻക്രീസ് ചെയ്യും. അപ്പം 3 കാര്യങ്ങളാണ്. നമ്മൾ ഈ നമ്പർ ഓഫ് ടേൺസിനെ സാധാരണയായിട്ട് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സാധാരണ എം കൊണ്ടാണ് കാണിക്കുക. സോളിനോയിഡ് വിത്ത് സ്പീഡ് നമ്മൾ സാധാരണ വി കൊണ്ടാണ് കാണിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ഈ ടേംസ് ഒന്നും പഠിക്കാനില്ല. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ചെറിയ ക്വസ്റ്റ്യനുകൾ 2 ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് എയും രണ്ടാമത്തത് ബിയും. നമ്മൾ ഈ 2 ഡയഗ്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യനുകളുടെ ആൻസർ പറയണം. ഓൺ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ഈസ് ലെസ്? എന്താണ് ഈ ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ? ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, ഈ മാഗ്നറ്റിൻ്റെ പുറത്ത് കാണുന്ന വര പോലെ കാണുന്നതിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ലൈനുകളെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അത് ഫുള്ളായിട്ട് ലിങ്ക് ചെയ്യുന്നത് എപ്പോഴാണ്? എവിടെ എത്തുമ്പോഴാണ്? ബിയിലെത്തുമ്പോഴാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കേ. ഓൺ വിച്ച് ഇൻസ്റ്റന്റ് വിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് ഈസ് ലെസ്? കുറച്ച് ഒട്ടും ലിങ്ക് ചെയ്യാതിരിക്കുന്നത് എപ്പോഴാണ്? എയിലിരിക്കുമ്പോഴാണ്. കണ്ടല്ലോ അല്ലേ? ഓൺ വിച്ച് ഇൻസ്റ്റന്റ് വിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ഈസ് ഗ്രേറ്റർ? അല്ലേ, നടുക്കിരിക്കുമ്പോൾ, പകുതിക്കകത്തിരിക്കുമ്പോൾ നോക്കി ഇവിടെ കുറേ ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണത്? ബി ആണ് അതിൻ്റെ ആൻസർ. ഇനി ഓൺ വിച്ച് ഇൻസ്റ്റൻസ് ഡസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ഒക്കർ? മൂവ് ചെയ്യുമ്പോഴാണോ അനങ്ങാണ്ടിരിക്കുമ്പോഴാണോ കൂടുതലായിട്ട് ചേഞ്ച് ഉണ്ടാവുക? അനങ്ങാണ്ടിരിക്കുമ്പോൾ എന്ത് ചേഞ്ച് ആണ് അല്ലേ? അനങ്ങുമ്പോഴല്ലേ ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മൂവിങ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ സോളിനോയിഡിൻ്റെ അടുത്തോട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അകത്തിരിക്കുമ്പോഴാണ് മാക്സിമം ലിങ്കേജ് ഉണ്ടാവുന്നത്. മൂവ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ ലിങ്കിന് ചേഞ്ച് ഉണ്ടാവുന്നത്. എന്താണ് ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു അരിപ്പയായിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതൊരു അരിപ്പയാണ്. ഓക്കെ, ഞാൻ ഇത് എൻ്റെ വല, ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങി. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുഴുവൻ വെള്ളം കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വെള്ളത്തിൽ മുക്കി പിടിക്കണം അല്ലേ? അപ്പോൾ ഇതിനുള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകും. അതിനാണ് നമ്മൾ എന്ത് പറയുക? മാക്സിമം ലിങ്കേജ് എന്ന് പറയുക. ഇവിടെ അങ്ങനെ തന്നെയാണ്. മൊത്തം മുക്കി പിടിക്കുന്ന പറഞ്ഞ അർത്ഥം എന്താ? മാഗ്നറ്റിക് കോയിലിൻ്റെ ഉള്ളിൽ വെച്ചു എന്നുള്ളതാണ്. ഇത് ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് അനക്കുവാണ്, അപ്പോഴേ മീൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അനക്കാണ്ട് വെച്ചാൽ മീൻ കിട്ടുമായിരിക്കും, മണിക്കൂറോളം നിൽക്കേണ്ടി വരും. പക്ഷേ അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം കുറേനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മാക്സിമം ലിങ്കേജാണ്, ലിങ്കേജിൻ്റെ ചേഞ്ചുമാണ്. മനസ്സിലാവുന്ന? മൂവ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? ലിങ്കേജിന് ചേഞ്ച് ഉണ്ടാവുക. അത്രേ ഉള്ളൂ. നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ആണ്. വാട്ട് മേ ബി ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്?
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, അതുപോലെ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നല്ല സ്ട്രോങ് ആയ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ കൂടുതൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിരിക്കും. മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ കുറച്ച് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിരിക്കും. ദെൻ പിന്നെയുള്ള നമ്മൾ പറഞ്ഞായിരുന്നു സ്പീഡ് അല്ലേ, സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ കോയിൽ. ആര് വേണമെങ്കിലും മൂവ് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. മാഗ്നറ്റ് തന്നെ മൂവ് ചെയ്യണമെന്നില്ല, കോയിൽ മൂവ് ചെയ്താലും മതി. അപ്പോൾ ഇവരുടെ സ്പീഡും ഈ 3 കാര്യങ്ങളാണ് എന്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ഡിപ്പെൻഡ് ചെയ്യുക. എന്താ കാര്യങ്ങളാണ്? ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ സ്ട്രെങ്ത്, ദെൻ സ്പീഡ് ഓഫ് ദ മൂവ്മെന്റ്. ക്ലിയർ? ഇനി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ കോയിലും മാഗ്നറ്റും ഒക്കെ വെച്ച് മൂവ് ചെയ്യാനൊക്കെ കണ്ടുപിടിപ്പിച്ച ആളാണ് ആരും? മൈക്കിൾ ഫാരഡെ. അതുകൊണ്ട് മൈക്കിൾ ഫാരഡെ പറഞ്ഞ പേരാണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ ഈ ഒരു റിലേഷൻസും ഒക്കെ ഈ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ സ്പീഡൊക്കെ വെച്ചിട്ട് ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. ആരുണ്ടാക്കി? മൈക്കിൾ ഫാരഡെ ഉണ്ടാക്കി. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പേരാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ പറഞ്ഞ ഒറ്റ സെന്റൻസേ ഉള്ളൂ. എന്താണ്? വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ an EMF is induced in the coil. Whenever there is a change in magnetic flux linked with a coil, an EMF is induced in the coil. ഇത് പറഞ്ഞ് പഠിക്കാനുള്ളൂ, വല്ല കാര്യമൊന്നുമില്ല ഇതിനകത്ത് പ്രത്യേകിച്ച്. രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. സോ വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ, an EMF is induced in the coil. ഓക്കെ, ദെൻ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. എന്തൊക്കെയാണ് നോക്കിക്കുക, എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ ഓട്ടോമാറ്റിക് ഇൻഡക്ഷൻ ഡിപ്പെൻഡ്സ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ പറയണം? ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിപ്പെൻഡ്സ്. ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ് അല്ലേ? നോർത്ത് പോൾ കയറുന്ന ഡയറക്ഷനിൽ അകത്തോട്ട് കയറുമ്പോൾ ഒന്ന് ഡയറക്ഷൻ അല്ല, പുറത്തോട്ട് വരുമ്പോൾ. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ്. ദെൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് എന്തൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ? 3 സംഭവങ്ങളുണ്ട്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പിന്നെ ഒന്ന് നമ്മുടെ മോഷന്റെ ഡയറക്ഷൻ ഉണ്ട്, പിന്നെ ഒന്ന് നമുക്കുണ്ടാവുന്ന കറണ്ട് ഉണ്ട്. ഈ 3 ആൾക്കാരെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് 3 ആൾക്കാരുടെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംഭവമുണ്ട്. അതിനാണ് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയാം. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? അത് കേൾക്കുമ്പോൾ ഒരു വലിയ 3-4 സെന്റൻസ് ഒക്കെ ഉള്ള വലിയൊരു സംഭവമാണ്, പക്ഷെ പഠിക്കാൻ എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴിയാണ് നമുക്കിപ്പോൾ. സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയണത് ഇങ്ങനെയാണ്: ഇമാജിൻ എ കണ്ടക്ടർ മൂവിംഗ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രെച്ച് ദ forefinger, middle finger and thumb the direction of mutually perpendicular directions. If the forefinger represent direction of the magnetic field, thumb represent direction of the motion, then middle finger represent direction of the induced current. ഒന്നും മനസ്സിലായില്ല അല്ലേ? നമുക്ക് ഡയഗ്രം നോക്കാം. ദാ നമ്മുടെ കയ്യിൽ 3 ആൾക്കാരാണുള്ളത്. ഒന്ന് ഡയറക്ഷൻ ഓഫ് മോഷൻ, എങ്ങോട്ടാണ് നമ്മുടെ കോയിലോ മാഗ്നറ്റോ എന്താണെങ്കിലും അത് മൂവ് ചെയ്യുന്നത്. സോ മോഷൻ, നമുക്കതിനെ എം എന്ന് പറയാം. ദെൻ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ എന്നൊക്കെയാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. നമുക്കതിന് തൽക്കാലം എഫ് എന്ന് പറയാം. ദെൻ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എവിടെ ഉണ്ടാവുക? ഈ കമ്പിച്ചുരുളിൽ, ഈ സോളിനോളിലാണ് കറണ്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. എവിടെ കിടന്ന് മൂവ് ചെയ്യുന്നു? കമ്പിച്ചുരുളിൻ്റെ ഉള്ളിൽ കിടന്ന് മൂവ് ചെയ്യുന്നു. അപ്പോൾ കമ്പിച്ചുരുളിൻ്റെ ഉള്ളിൽ, മറ്റ് മീൻസ് സോളിനോയിഡിൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവും. ഈ കറണ്ട് ഏത് ഡയറക്ഷനിൽ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയാം. അപ്പം എം ഉണ്ട്, എഫ് ഉണ്ട്, നമുക്ക് കറണ്ടിന് തൽക്കാലം സി എന്ന് പറയാം. നോക്ക്, നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ വിരൽ ഇങ്ങനെ 90 ഡിഗ്രിയിൽ 3 വിരൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമ്പായിരിക്കും എന്തിൻ്റെ ഡയറക്ഷനിൽ? മോഷൻ്റെ ഡയറക്ഷനിൽ. ഓക്കെ, 4 ഫിംഗർ ആയിരിക്കും എന്തിൻ്റെ ഡയറക്ഷനിൽ? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ. അതുപോലെ നമ്മുടെ ഈ നടുവിരൽ മിഡിൽ ഫിംഗർ ആയിരിക്കും എന്ത്?
കറണ്ടിൻ്റെ ഡയറക്ഷനിൽ. അത്രയേ ഉള്ളൂ. ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പ വഴിയാണ് ഈ ഡയഗ്രാം. നമുക്ക് ഇങ്ങനെ ഓർക്കാം: മദർ, ഫാദർ, ചൈൽഡ്. നമ്മുടെ വീട്ടിൽ കുറച്ച് പൊക്കം കുറവുള്ള ആളാരാണ്? അമ്മയായിരിക്കും അല്ലേ നോർമലി. ചിലവരുടെ വീട്ടിൽ അമ്മമാർക്കൊരു തടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തള്ളവിരലാണ്, തള്ളവിരൽ എന്ന് പറഞ്ഞിട്ടുള്ളേ എന്ത്? തമ്പ്. തമ്പാണ് എന്ത്? മദർ എന്ന് പറയുന്നത്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, മോഷനാണ്. ഓക്കെ. ദെൻ ഫാദർ, അതേതാണ്? 4 ഫിംഗർ. 4 ഫിംഗർ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 4 ഫിംഗർ ആണല്ലേ. അപ്പോൾ ഈ 4 ഫിംഗർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ഉള്ള വിരലായിരിക്കും. അപ്പോൾ അത് എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാദറാണ്. ഫാദർ മീൻസ് എഫ്. എഫ് 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 എന്താണ്? ഫീൽഡാണ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇത് മൂന്നാമത് ആൾ കൂടുതൽ എപ്പോഴും ഉണ്ടാകും. അയാൾ ആരാണ്? ചൈൽഡാണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ സി. സി എന്ന് പറഞ്ഞാൽ ആരാണ്? കറണ്ടാണ്. കിട്ടിയ? അപ്പോൾ ഇഫ് യു സ്ട്രെച്ച് അവർ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഇൻ സച്ച് എ വേ ദ ഡയറക്ഷൻ ദാറ്റ് ദെയർ അവർ തമ്പ് വിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, എഫ് അറ്റ് 4 ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ എന്ത്? മിഡിൽ ഫിംഗർ വിൽ ഷോസ് ദ കറണ്ട്. സി. ഓർത്ത് വെക്കുക: മദർ, ഫാദർ, ചൈൽഡ്. എം എന്ന് പറഞ്ഞാൽ മോഷൻ, എഫ് എന്ന് പറഞ്ഞാൽ ഫീൽഡ്, സി എന്ന് പറഞ്ഞാൽ കറണ്ട്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് പഠിക്കണത്? ആംബിയസ് അല്ല, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് പഠിക്കാം. അതുപോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്. അവിടെ നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത്, എഫ്, എമ്മും സിയും തന്നെ. അത് നമുക്ക് പഠിക്കാനുണ്ട് വഴിയെ. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. തൽക്കാലം നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ദെൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. Then thank you for watching. Have a wonderful day.